CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അഥവാ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കുഴഞ്ഞു പോകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതെ, ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ കഴിഞ്ഞ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് കളിക്കില്ല എന്ന്. പക്ഷേ നിലവിൽ ഏതായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിട്ട് വളരെയധികം ദുഃഖകരമായ വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. KBFC എക്സ്ട്രാ എന്നൊരു ട്വിറ്റർ പേജാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനും കൂടാതെ തന്നെ ജസ്റ്റിൻ ഇമാലിനും പരിക്കു പറ്റിയിട്ടുണ്ട്. കൂടാതെ ഇരു താരങ്ങളും ഇനി പരിക്ക് മാറിക്കൊണ്ട് എന്നായിരിക്കും പിച്ചിലേക്ക് ഇറങ്ങുക എന്ന് യാതൊരു ധാരണയും ഇപ്പോൾ ഇല്ല എന്നാണ് KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് എന്ന ഗോളടി വീരനെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിലേക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ഒരു മാണിക്യക്കല്ലായിരുന്നു. പക്ഷെ നിലവിൽ ഏതായാലും ഈ ഒരു താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.